ഇവിടെ കയറിയപ്പോൾ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചിട്ടുണ്ട്, ഒരു മൂത്ത മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ച് പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. ആ വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണ്ടി കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. ഇല്ല, അങ്ങനെ ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായുള്ളൂ. ഞങ്ങള് ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടന്ത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണാരനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ടു. ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. ആ തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കന്നത്തടിക്കും. അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. ഈ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ അവള് മിണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് കയറി ഇവിടെ ഈ പെരയിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവർ പോലീസിനെ അറിയിച്ച്. പോലീസുകാർ വന്നപ്പോഴാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴും അപ്പോഴും പറഞ്ഞില്ല. മുൾക്കുളത്ത് ഇവിടെയും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ വന്ന് ഇറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാണ് ഞങ്ങളറിയണത്. ഇവിടെ പറഞ്ഞില്ല. പറഞ്ഞത് കൊച്ചിനെ എനിക്ക് ഓർമ്മയില്ലാന്ന് പോലീസുകാരോട് പറയുന്നു. ഞങ്ങളോട് പറഞ്ഞു ബസ്സിൽ ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ കൊച്ചിനെ കണ്ടില്ലാന്ന്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സന്ധ്യയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. 3 വയസ്സുകാരിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തുമ്പോൾ ചർച്ചയാകുന്നത് ആ അമ്മയുടെ ക്രൂരതയാണ്. പുലർച്ചെ 2:20 മൃതദേഹം കണ്ടെത്തിയത്. മറ്റക്കുഴി സ്വദേശി സുഭാഷിന്റെ മകൾ കല്യാണിയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാണാതായത്. ഇന്നലെ വൈകിട്ട് 3:30 അങ്കണവാടിയിൽ നിന്നും അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ സംഭവിച്ചതെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്നു. തെരച്ചിൽ തുടങ്ങി 3 മണിക്കൂറിനുള്ളിലാണ് സ്കൂബ ടീം മൃതദേഹം കണ്ടെത്തിയത്. ഭർത്തൃ വീട്ടിൽ യുവതിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സന്ധ്യയുടെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് തള്ളിക്കളയുകയാണ്. ഈ കുഞ്ഞിന്റെ കല്യാണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കല്യാണിയുടെ സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, കഥകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രാത്രിയോടുകൂടി വലിയ രീതിയിലുള്ള തെരച്ചിലുകൾ നടന്നു. കുഞ്ഞി ആരോ തട്ടിക്കൊണ്ടുപോയെന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വിവരമെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന വിവരം ലഭിക്കുന്നു. സ്കൂബ ടീം ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നു. പക്ഷെ അതിനുശേഷം പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഈ അമ്മ സന്ധ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭ്യമായിരിക്കുന്നത്? ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഇന്നലെ വൈകുന്നേരം 3:30 ഈ അമ്മ അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ വിളിച്ച് തിരുവാങ്കുളത്തു നിന്നും ആലുവ വരെ എത്തുന്നത്. ആലുവയിലാണ് ഇവരുടെ വീട്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഏത് സമയത്താണ് എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിന് വ്യക്തതയില്ലാതിരുന്നത്. അതേസമയം ഈ കുഞ്ഞിനെ വൈകുന്നേരം 6 മണിക്കാണ് അവർ പുഴയിലേക്ക് എറിഞ്ഞത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുന്നുണ്ടെന്നില്ല എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ ഒരു കണക്കുകൂടി
എടുക്കുമ്പോൾ 4.5 മണിക്കൂറാണ് കുഞ്ഞ് വെള്ളത്തിൽ തന്നെ കിടന്നത്. 4.5 മണിക്കൂറിനുള്ള തെരച്ചിലിനൊടുവിലാണ് പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത്. വൈകുന്നേരം അമ്മ ആദ്യം പറയുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നാണ്. അതായത് ആലുവയിൽ വെച്ച് ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് അമ്മ ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് പലതരത്തിൽ മൊഴി ഇങ്ങനെ സന്ധ്യ മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സന്ധ്യയുടെ മൊഴി കണക്കിലെടുത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു പോലീസിന്. അങ്ങനെയാണ് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടായ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത ശേഷമാണ് ഒടുവിലാണ് അമ്മ, അതായത് അമ്മയും കുഞ്ഞും തിരുവാങ്കുളത്തു നിന്ന് പോകുന്ന ദൃശ്യം പോലീസിന് ലഭിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷമുള്ള ദൃശ്യങ്ങളിൽ അമ്മ മാത്രമേ ഉള്ളൂ, കുഞ്ഞില്ല. അതിൽ നിന്നുമാണ് പോലീസ് ഇതിൽ അപാകതം മണക്കുന്നതും തുടർന്ന് ചോദ്യം ചെയ്യലിന്റെ മോഡ് മാറ്റിയ ശേഷമാണ് ഈ തരത്തിൽ അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ള ഒരു മൊഴി നൽകുന്നത്. തുടർന്നാണ് പോലീസ്, കാരണം അമ്മയെ വിശ്വസിക്കുക എന്നുള്ള കാര്യം മാത്രമേ പോലീസിന് മുന്നിൽ അപ്പോഴുള്ളൂ. തിരച്ചിൽ ഈ മൂഴിക്കുളം പാലത്തിന്റെ സമീപത്ത് തിരച്ചിൽ ആരംഭിക്കുന്നു. രാത്രിയിൽ പോലീസും നാട്ടുകാരും സ്കൂബ ടീമും പ്രദേശത്തുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. രാത്രി 4.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം അമ്മ പറഞ്ഞെടുത്ത് തന്നെ, അമ്മ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞെടുത്ത് തന്നെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ തൂണിന്റെ താഴ്വശത്ത് മരച്ചില്ലയിൽ ഉടക്കി കിടക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. 3.5 വയസ്സുള്ള കുഞ്ഞാണ്. ടോം സൂചിപ്പിച്ച പോലെ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും കുടുംബ പ്രശ്നത്തിൽ ഭർത്താവിനോട് കുഞ്ഞുങ്ങളോട് എന്തിനാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ആജ്ഞയിലേക്ക് വരാൻ ഡാനി പുള്ളിലേക്ക് പോവുകയാണ്. ഡാനി, ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? സംസ്കാരം എങ്ങനെയാണ്? നമുക്ക് രാവിലെ ഇന്ന് ഈ മൂഴിക്കുളത്തെ കല്യാണിയുടെ വീട്ടിൽ ഡാനി പോയിരുന്നു. ഏറെ വൈകാരികമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്? ഡാനി. ടോം, നമ്മൾ തിരുവാണിയൂരുള്ള കല്യാണിയുടെ പിതാവിൻ്റെ വസതിയിലേക്കാണ് എത്തുന്നത്. അവിടെ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എല്ലാം തന്നെ അവരെ ചേർത്ത് വെച്ചിരുന്ന കല്യാണിയുടെ പിതാവിൻ്റെ കുടുംബങ്ങൾ, അവരുടെ സമീപവാസികൾ, ഇവർക്കെല്ലാം നല്ല ഓർമ്മകൾ ആണ് ഈ കുരുന്നും എല്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. കല്യാണിയുടെ പിതാവ് തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവർ ഈ രീതിയിൽ ഒരു മാനസിക വിഷയമുള്ള ഒരാളാണ് അമ്മ എന്നൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കല്യാണിയെ പഠിച്ചിരുന്ന അതേ ഡേ കെയറിലേക്ക് പോയിരുന്ന അവിടുത്തെ അംഗനവാടിയിലെല്ലാം തന്നെ പോയിരുന്നു. അവരെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസമാണ് അംഗനവാടി ടീച്ചർ പറയുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് മാതാവ് ഈ കുട്ടിയുമായിട്ട് കടന്നു പോകുന്നത്. അതിൻ്റെ എല്ലാം നടുക്കം എല്ലാവരിലും തന്നെയുണ്ട്. കാരണം ആ കുട്ടി കളിച്ച് ചിരിച്ച് നടന്ന ആ വഴികളിലാണ് ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരവുമായിട്ട് അവിടേക്ക് തിരിച്ചു പോകുന്ന നാട്ടുകാർ അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു. ഇപ്പോൾ ഡാനിയിലേക്ക് വരാം. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, സന്ധ്യ കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സന്ധ്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? മാത്രമല്ല അവർക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ട് എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട്. പോലീസ് ഈ കാര്യം പരിശോധിക്കുന്നുണ്ടോ? സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇവരുടെ അമ്മ അല്ലി പറയുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ സ്വയം മറന്ന് ആളുകളോട് പെരുമാറുന്ന സ്വഭാവം ഇവർക്ക് സന്ധ്യയ്ക്കുണ്ട് എന്ന് തന്നെയാണ്. അതായത് കൈ കിട്ടുന്നൊക്കെ തല്ലി പൊട്ടിക്കുക, ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്ന തരത്തിലേക്ക് ദേഷ്യം വരുന്ന തരത്തിൽ അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ അമ്മ അല്ലി നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണ്. അതേസമയം ഭർത്താവ് സുഭാഷ് പറയുന്നത് അത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ബുദ്ധി ഭയങ്കരമായുണ്ട്, ബുദ്ധി കൂടുതലാണ്, കൂർമ്മ ബുദ്ധിയാണ്. അത്തരത്തിൽ അവര് ഈ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ട് കുടിലത കാണിക്കാറുണ്ട്
എന്നുമാണ് ഭർത്താവ് പറയുന്നത്. രണ്ടുപേരുടെയും തരത്തിലുള്ള ബൈറ്റുകൾ വ്യത്യസ്തമാണ്, പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ പോലും മാനസികാരോഗ്യ വിദഗ്ധൻ വന്നിട്ട് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും, ഇക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഉണ്ടായ ശേഷം മാത്രമേ സന്ധ്യയ്ക്ക് നേരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളതെങ്കിൽ പോലും ഏതൊക്കെ വകുപ്പുകളിലാണ് കേസെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ അത് സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇവിടെ 3 മണിക്ക് SP മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതിനുശേഷമേ സന്ധ്യയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. വൈദ്യപരിശോധനയ്ക്ക് ശേഷമേ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് സന്ധ്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ, അതായത് മുൻപും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. നേരത്തെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ മൂത്ത കുട്ടി കാശി എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയുണ്ട്, അവന്റെ തലയിൽ ടോർച്ച് വെച്ച് അടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കൊല്ലാൻ എന്നുള്ളതാണോ ടോർച്ച് വെച്ച് അടിച്ചാടുന്ന മാരകമായ മുറിവ് ആ കുഞ്ഞിന്റെ തലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഐസ്ക്രീമിൽ വിഷം ചേർക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഈ മരിച്ച കല്യാണി എന്ന് പറയുന്ന ഈ മകളുടെ നെഞ്ചിൽ നേരത്തെ കൈ ചുരുട്ടി ഇടിക്കുകയും അത് വലിയ അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത തരത്തിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ 3.5 വയസ്സുകാരുടെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടമാനം ഉപദ്രവിക്കുന്ന ഒരു അമ്മ തന്നെയായിരുന്നു. അമ്മയോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അമ്മയോട് ഇഷ്ടത്തോട് സംസാരിക്കാനോ കുഞ്ഞുങ്ങൾ തയ്യാറായിരുന്നില്ല. കുഞ്ഞുങ്ങളെയും സന്ധ്യയ്ക്കും ഇഷ്ടമായിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള മൊഴികളാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ പോലീസിനെ അങ്ങേയറ്റം കുഴഞ്ഞു മറിഞ്ഞാണ് ഒടുവിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ ഈ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാട് മുഴുവൻ അതിന് പിന്നാലെയായിരുന്നു. കുഞ്ഞിനെ കണ്ടെത്താനാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പിന്നീട് ഈ മൂഴിക്കുളം പാലത്തു നിന്ന് കുഞ്ഞിനെ താഴേക്ക് ഇട്ടു എന്ന് പറയുന്ന അമ്മയുടെ മൊഴി മുഴുവൻ മാറുകയായിരുന്നു. കാണാതാകുമ്പോൾ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പടർന്നതാണ്. കാരണം നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ വന്നൊരു സംശയം അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കുഞ്ഞ് കാണാതെ പോയി എന്ന രീതിയിലുള്ള ഒരു സംശയമായിരുന്നു തുടക്കത്തിൽ വന്നത്. പക്ഷേ ഈ സന്ധ്യയുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നോ? ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നൊരു സംശയം ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നോ? ടോം, ഈ ഭർത്താവിന്റെ മൊഴി അനുസരിച്ചിട്ട് നേരത്തെയും കുഞ്ഞുങ്ങളെ ഈ വീട്ടിൽ, അതായത് സന്ധ്യയുടെ വീട്ടിൽ കൊണ്ടുപോയ സമയത്താണ് കുഞ്ഞിന്റെ നേരെ ടോർച്ച് കൊണ്ട് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവിടെ നിർത്താറില്ലായിരുന്നു എന്ന് സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പ്രിക്കോഷൻസ് കുഞ്ഞുങ്ങളുടെ നേരെ ഉണ്ടാവാതിരിക്കാൻ എടുത്തിരുന്നു വീട്ടുകാർ എന്നുള്ള കാര്യവുമാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്? സന്ധ്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ പറയുന്ന ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലാണോ? നിരന്തര ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു. സുഭാഷിന്റെ ഭാഗത്തു നിന്നും ഭാര്യയെ മർദ്ദിക്കുകയും അതുപോലെ മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പീഡനങ്ങൾ സുഭാഷിന്റെ അമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നും ഈ അല്ലി, അതായത് സന്ധ്യയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ട് ഇദ്ദേഹം നന്നായി സന്ധ്യയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ഗാർഹിക പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ട്, മാനസിക വ്യഥ അവർക്കുണ്ടായത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. അതല്ല ഇവര് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളായി അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി വരാനുണ്ട്. ഏതായാലും മാനസികാരോഗ്യ വിദഗ്ധൻ എത്തിയ ശേഷം അത്തരം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമേ സന്ധ്യയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എന്തായാലും നിലവിൽ സന്ധ്യയുള്ളത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎസ്പി എത്തിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ആലുവയിൽ നേരത്തെ കുഞ്ഞുങ്ങളെ കാണാതായിരുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആശങ്കയായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎസ്പി നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎസ്പി സ്ഥലത്തെത്തി വിശദമായി സന്ധ്യയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണം, ഇവർക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ
തുടങ്ങിയ കാര്യങ്ങളൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇനി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കണം. ഒരു മനോരോഗ വിദഗ്ധനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അവരെ പരിശോധിക്കണം. മാനസികമായ പ്രശ്നങ്ങൾ സന്ധ്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചറിയണം. പക്ഷേ ഈ സന്ധ്യയുടെ അമ്മ പറയുന്നതനുസരിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന, ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമാണ് സന്ധ്യയുടേത്. പലപ്പോഴും ഭർത്തൃ വീട്ടിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആജ്ഞാരവിന്ദനിലേക്ക് വരാം. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാനി, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ഇനി എപ്പോഴാണ് ഈ കുഞ്ഞിന്റെ, കല്യാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2:30 മണിയോടുകൂടി ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കല്യാണിയുടെ പിതാവിന്റെ കുടുംബമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവർക്കാണ് മൃതദേഹം കൈമാറുന്നത്. അവരാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളടക്കമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മറ്റ് നേരത്തെ വന്നിട്ടുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കൂടി നിർവഹിക്കാനുണ്ടായിരുന്നു. എങ്കിലും ഇതൊരു അടിയന്തര സ്വഭാവത്തോടുകൂടി, പ്രാധാന്യത്തോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. അതിന്റെ ഒരു ഗൗരവത്തോടു വളരെ പെട്ടെന്ന് പിന്നീട് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പിന്നീട് പെട്ടെന്ന് എടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുകയും ചെയ്യും. തുടർന്ന് തിരുവാണിയൂരുള്ള കല്യാണിയുടെ പിതാവിന്റെ വസതിയിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്ന വീട്ടുകാർ. നേരത്തെ അത് പറയുകയും ചെയ്തിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ കുട്ടിയുമായിട്ട് വളരെ അടുപ്പം ചുറ്റുപാടും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായ നിമിഷമായിരുന്നു അവിടേക്ക്. ഇന്ന് രാവിലെ എല്ലാം തന്നെ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്യാൻ 4 മണിക്ക് തന്നെയാണ് അവിടെയുള്ള പൊതു ശ്മശാനത്തിൽ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, ഡാനി നേരത്തെ ഈ കല്യാണിയുടെ പിതാവ് സുഭാഷുമായി സംസാരിച്ചതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? കാരണം ഈ സന്ധ്യയ്ക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തും എന്ന ഭയത്തെ തുടർന്ന് സന്ധ്യയുടെ വീട്ടിൽ പോകാൻ കുട്ടികളെ അനുവദിക്കാറില്ലായിരുന്നു എന്നാണല്ലോ പറഞ്ഞ് മാധ്യമങ്ങളോട് അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ. എന്താണ് ഈ സന്ധ്യയുടെ ഭർത്തൃ വീട്ടുകാർ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം? അങ്ങനെ ഒരു സ്ഥിരമായി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതമാണോ സന്ധ്യയുടേത്? ഇതിനു മുൻപ് ഇതുപോലെ കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ടോം, കല്യാണിയുടെ പിതാവിനോട് ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പലപ്പോഴായിട്ട് ഇത്തരം ഈ രീതിയിലുള്ള ഒരു ഉപദ്രവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചില രീതിയിൽ പലപ്പോഴും കുട്ടികളോടൊരു സ്നേഹമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഈ സന്ധ്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മറിച്ച് ഒരു ആക്ഷേപം വന്നിരുന്ന ഒരു ഗാർഹികമായിട്ടുള്ള ഒരു പീഡനം, അല്ലെങ്കിൽ ഈ സന്ധ്യയ്ക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടുകൾ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് ഏറ്റതായും എല്ലാം സന്ധ്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആക്ഷേപം. പക്ഷെ അതിനെല്ലാം തന്നെ അവിടെയുള്ളവർ പാടെ നിരാകരിക്കുകയാണ്. കാരണം അവിടെയുള്ളവർക്ക് വർഷങ്ങളായിട്ട് സുഭാഷിനെയും കുടുംബത്തെയും തന്നെ അറിയാം. മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതടക്കം ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. കല്യാണി ഇവിടെ ഡേ കെയറിൽ പോയിരുന്നത്, അംഗൻവാടിയിൽ പോയിരുന്നിടത്തും നമ്മൾ രാവിലെ എത്തിയതാണ്. അവിടുത്തെ ടീച്ചർ പറയുന്നതും വളരെ മിടുക്കിയായ ഒരു കുട്ടി, വളരെ പ്രസന്നവതിയായ ഒരു കുട്ടി കല്യാണി. പക്ഷെ മാതാവ് പലപ്പോഴും അവിടേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ എത്താറുണ്ട്. പക്ഷെ അധികമൊന്നും സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് അവരെന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു അടുപ്പം ഈ അംഗനവാടിയൊക്കെ ആവുമ്പോൾ ടീച്ചർമാരുടെ വിശേഷങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമാണ് വീട്ടിൽ. പക്ഷെ അത്തരം ഒരു അടുപ്പം ഈ കുട്ടിയുടെ മാതാവിൽ നിന്ന് തങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്.
അങ്ങനെ ഇതിൽ എന്താണ് കൃത്യമായി നടന്നിട്ടുള്ളത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കേണ്ടതുണ്ട്. പോലീസും അത് തന്നെയാണ് പരിശോധിക്കുന്നത്. കാരണം ഇരു വീട്ടുകാരും ഇപ്പോൾ സത്യത്തിൽ വാദപ്രതിവാദങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഒരാൾ ഒരു ആരോപണവും ഉന്നയിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രത്യാരോപണമായ മറുഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ രണ്ട് വീട്ടുകാരുടെയും സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ, പറയുന്നതിൽ എന്ത് വാസ്തവമാണ് ഉള്ളത്? കുട്ടിയുടെ മാതാവിന്റെ വീട്ടുകാർ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കലഹവും എല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഡിപ്രഷൻ അത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസാണ് ഇനി പറയേണ്ടത്. പരിശോധന നടത്തേണ്ടതും ചെയ്യേണ്ടതുമെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, കാരണം ഈ മരണകാരണം എന്താണ് കൃത്യമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു കൃത്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ, കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യയെ, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യയുടെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഇപ്പോൾ സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവരെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. എത്ര വിധത്തിലുള്ള, കാരണം ഈ സന്ധ്യയുടെ കുടുംബം ന്യായീകരിക്കുന്നത് ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനങ്ങൾ സന്ധ്യയ്ക്ക് ഏൽക്കേണ്ടി വന്നു, ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നു, അതിൻ്റെ മനോവിഭ്രാന്തിയാകാം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഒരു പിഞ്ചു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഒരു അമ്മയ്ക്ക് കഴിയുമോ? ഇതാണ് സ്വാഭാവികമായും ഈ കേരളത്തെ, ഈ നാടിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മുംബൈയിലെ മറ്റൊരമ്മയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തയാണ്. മുംബൈയിൽ 2.5 വയസ്സുകാരി അമ്മയുടെ ആൺ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അമ്മ നോക്കി നിൽക്കെയാണ് ക്രൂരകൃത്യമെന്നാണ് റിപ്പോർട്ടുകൾ. അമ്മയെയും 19 വയസ്സുള്ള ആൺ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിക്ക് അപസ്മാരം ബാധിച്ചെന്നായിരുന്നു അമ്മ ഡോക്ടർമാരോട് പറഞ്ഞത്. എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകൾ കണ്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, പീഡനത്തിനിടെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്താണ് സംഭവിച്ചത്? ഈ സംഭവത്തെക്കുറിച്ച്, ഈ കുഞ്ഞിൻ്റെ മരണവുമായി, കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ടോം, ഇന്നലെയാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതും നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂര കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അമ്മയുടെ അറിവോടെ അമ്മയുടെ ആൺ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ യുവതി 30 വയസ്സ് ആണ് യുവതിക്കുള്ളത്. ഇവർ 2 വർഷത്തോളമായി ഭർത്താവുമായി വഴക്കായി അകന്നാണ് താമസിക്കുന്നത്. ഇതിനിടെയാണ് ഈ ആൺസുഹൃത്തുമായി യുവതി ബന്ധത്തിലാവുന്നതും. ഇതിനുശേഷം ഇവർ ഇടയ്ക്കിടെ യുവതിയെ കാണാനായി എത്താറുണ്ടായിരുന്നു എന്നതാണ് വിവരം. ഇന്നലെയാണ് ഈ ആൺസുഹൃത്ത്, അതും അമ്മയുടെ അറിവോടുകൂടി തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ കുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതിനുശേഷം കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ അമ്മ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്ന ഒരു ഗുരുതര കുറ്റം കൂടി ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം കുട്ടിക്ക് അപസ്മാരമായിരുന്നു, അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ അമ്മ ആദ്യഘട്ടത്തിൽ ഡോക്ടറോട് പറഞ്ഞത്. പക്ഷേ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തെ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിനെ ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നതും. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ, ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ ബലാത്സംഗത്തിനിടെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിൽ അടക്കം നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ചോര പൊടിയുന്ന സാഹചര്യം
ഉണ്ടായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. വേദന സഹിക്കാതെ കുട്ടി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുവതിയെയും യുവതിയുടെ 19 വയസ്സുള്ള കാമുകൻ, അതായത് ഈ യുവതിക്ക് 30 വയസ്സാണ്, പക്ഷേ ഈ ആൺ സുഹൃത്തിന് 19 വയസ്സാണ്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവർക്കെതിരെയും BNS-ലെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. പോക്സോ, കൊലപാതക കുറ്റം, കുറ്റം മറച്ചുവെക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കാമുകൻ ഈ 2.5 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഈ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട്. കാരണം ഇവർ കൊലപാതകം അറിഞ്ഞിട്ടും സംഭവം അറിഞ്ഞിട്ടും കാമുകനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഭവം മറച്ചുവെച്ചു എന്നാണല്ലോ പറയുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് അമ്മയ്ക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്? ടോം, ആദ്യഘട്ടത്തിൽ ഈ പോലീസിന് അതായത് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് അപസ്മാരം മൂലം കൊല്ലപ്പെട്ടു എന്നാണ് അമ്മ ആദ്യം ഡോക്ടറോട് പറഞ്ഞത്. പക്ഷേ ഈ സ്വകാര്യ ഭാഗത്തിലെ മുറിവ് കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയ ഡോക്ടറാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതോടെ തന്നെ ഏറെക്കുറെ ഈ അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷമാണ് ഈ ബലാത്സംഗം അടക്കം പുറത്തു വരുന്നതും അതേ തുടർന്നാണ് മരണം സംഭവിക്കുന്നതെന്നും അറിഞ്ഞത്. അതോടെ ഈ കാമുകനെയും ഒപ്പം തനിക്ക് സ്വയം രക്ഷപ്പെടാനും കൂടി വേണ്ടിയാണ് ഈ അമ്മ ഈ കാര്യങ്ങൾ ഒളിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു. എന്തായാലും ഈ അമ്മ സ്വന്തം അമ്മയുടെ കൺമുമ്പിൽ വെച്ചാണ് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. ഇതൊക്കെ മറച്ചുവെച്ചു. ഇത് കുറ്റകൃത്യം മറച്ചുവെക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം കൊലപാതക കുറ്റം തന്നെയാണ് അമ്മയ്ക്കും അമ്മയുടെ ആൺ സുഹൃത്തിനും മേൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം പോക്സോ വകുപ്പിലെ പോക്സോ അടക്കം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. മറ്റാർക്കെങ്കിലും കൂടി പങ്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി വരുന്നു. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത്. മുംബൈയിലാണ് 2.5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മയുടെ കാമുകൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. മോഷണക്കുറ്റം ആരോപിച്ച് യുവതിയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്ന് പ്രാഥമിക കണ്ടെത്തൽ. തിരുവനന്തപുരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയത്. മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ ഇരുവരും പാലിച്ചില്ല. റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിച്ച ശേഷം ഇന്ന് തന്നെ നടപടി ഉണ്ടാകും. സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, കഴിഞ്ഞ ദിവസം ഈ SIയെ ആരോപണ വിധേയനായ SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റ് 2 പോലീസുകാർക്കും ഈ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, കാരണം ഇന്നലെ തന്നെ ബിന്ദുവിന്റെ പരാമർശമുണ്ടായിരുന്നു. കാരണം SIയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന 2 വനിതാ ഉദ്യോഗസ്ഥർ കൂടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും തന്നോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി, അസഭ്യ വർഷം നടത്തി, ഒപ്പം തന്നെ അടിക്കാൻ കൈ ഓങ്ങി എന്ന തരത്തിലുള്ള, അടിച്ചില്ല, ശാരീരിക ഉപദ്രവം ഉണ്ടായില്ല എന്നെങ്കിൽ പോലും അടിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നടപടി നേരിടുന്ന SIക്കുള്ളും ഒപ്പം തന്നെ ഈ 2 പോലീസുകാർക്കെതിരെയും ഇന്ന് തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ തന്നെ അർദ്ധരാത്രി 9 മണിയോടുകൂടി വീട്ടിലെത്തി പരിശോധന നടത്തുക, അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല, ദളിത് യുവതി എന്ന ഒരു പരിഗണന നൽകിയില്ല, വീട്ടുകാരെ അറിയിച്ചില്ല, കൃത്യമായ ഭക്ഷണം നൽകാനോ വെള്ളം നൽകാനോ ഒരു പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളോ ഒരുക്കി നൽകിയില്ല. 3 മണിവരെ നേരിട്ടേണ്ടി വന്നിട്ടുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊട്ടടുത്ത ദിവസം 12 മണിക്ക് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുമ്പോൾ ഈ സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുത് എന്ന തരത്തിലുള്ള പരാമർശം ഉൾപ്പെടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 2 കൂടുതൽ പേർക്ക് ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CCTV ഫുട്ടേജുകളും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട എല്ലാ പോലീസുകാർക്കും നേരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതിയിലായിരുന്നു
ചുള്ളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെ പേരൂക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി SI ഉൾപ്പെടെയുള്ള പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ മാസം 23 നടന്ന സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി P ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സംഭവം പുറത്തു വന്നതോടെയാണ് വകുപ്പ് തല പ്രാഥമിക അന്വേഷണം നടക്കുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇവിടെ സാരംഗ്, തുടക്കത്തിൽ ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഈ കുറ്റക്കാരായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ഈ കേസ് ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറിക്കാനുള്ള ശ്രമം ഉന്നത തലത്തിൽ നിന്നുണ്ടായിരുന്നോ? അവർക്കെതിരെയും നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഈ സംഭവത്തിന് ശേഷം ഈ SIയെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ബിന്ദുവിന്റെ പ്രതികരണം? കൂടുതൽ നിയമ നടപടികളുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ അവരുടെ നീക്കം? തീർച്ചയായും ടോം, ബിന്ദു ഇന്നലെ നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതിനവർക്ക് മറ്റുള്ള സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ന്യായം തീർത്തും തന്റെ ഭാഗത്താണ് എന്നതാണ് ബിന്ദു പറയുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതിന് മുൻപേ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും P ശശിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷേ പരാതിയിൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇന്ന് 20-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 23 നടന്ന സംഭവത്തിലാണ് ഒരു മാസം കഴിഞ്ഞ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിനു ശേഷം മാത്രമാണ് വകുപ്പുതല അന്വേഷണവും തുടർന്ന് സസ്പെൻഷനും മറ്റ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ, അതായത് ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കാനും ഈ ബിന്ദുവിന് നീതി നേടി കൊടുക്കാതിരിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. അത് പ്രാഥമിക അന്വേഷണത്തിന് തെളിഞ്ഞതുകൊണ്ടാണ് ഈ SIക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നതും അതിന്റെ ഒപ്പം തന്നെ മറ്റ് 2 പോലീസുകാർക്കും ഇതിനൊപ്പം നടപടി നേരിടേണ്ടി വരുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ് വകുപ്പ് തലത്തിൽ തന്നെ ഈ പോലീസുകാർക്ക് സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണമോ അല്ലെങ്കിൽ ബിന്ദുവിന്റെ ഭാഗം കേൾക്കാൻ പോലും കൃത്യമായ ഇടപെടലുകളോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസ് സേനയുടെ ഭാഗത്തുനിന്നോ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. നിലവിൽ ഒരു ദിവസമായിട്ടേ ഉള്ളൂ അന്വേഷണം ആരംഭിച്ചിട്ട്. അതിൽ തന്നെ SIക്ക് സസ്പെൻഷനും മറ്റ് പോലീസുകാർക്ക് അന്വേഷണ വിധേയമായ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അത്തരത്തിൽ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ കൃത്യമായി പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ മറ്റു തലങ്ങളിലേക്ക് പോകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് തിരുവനന്തപുരം സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച്, അതായത് വീട്ടുജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 2.5 പവന്റെ മാല മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് 20 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു. കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വെള്ളമെടുത്ത് കുടിക്കാനായിരുന്നു പോലീസുകാർ പറഞ്ഞത്. അങ്ങനെ കൊടിയ പീഡനം, മാനസികമായ പീഡനം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നു. പിന്നീട് ബിന്ദുവിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് കണ്ടെത്തുന്നു. ഈ സ്വർണ്ണമാല ആ വീട്ടിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. നിരപരാധികളെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണ്. ശക്തമായ നടപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പത്തനംതിട്ടയിൽ പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. കോഴിപ്പുറം സ്വദേശി സുരേഷിനെയാണ് കൃഷിയിടത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് 22-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 വാരിയലുകൾ തകർന്നതും ചൂരൽ കൊണ്ട് അടിയേറ്റതും വ്യക്തമാക്കുന്നുണ്ട്. സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം വീട്ടിലെത്തി 2 പേർ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ അമ്മണി പ്രതികരിച്ചു. 3 പേര് യൂണിഫോമിലായിരുന്നു. അവനെ വന്ന് വിളിച്ചു, അവനും കൂടെ പോയി. ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായോണ്ട് അവനെ കയറി വിളിച്ചപ്പോ ഞാനും ഓർത്തു. അപ്പൊ ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുക പതിവുണ്ട്. അങ്ങനാന്നാ ഞാൻ വിചാരിച്ചത്. കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞോളൂ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. പത്തനംതിട്ട മോർച്ചിൽ തിരിപ്പുണ്ട് ഒരു 2 ശവമെന്ന്. ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്. 30-38-40 കിലോമീറ്റർ അത് പോയി അവിടെ പോയി തൂങ്ങേണ്ടതായ യാതൊരു കാരണവും അതിനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല.
അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. വിളിച്ചുകൊണ്ടുപോയ 3 പേരെ പറ്റി ചേട്ടന് വല്ല അറിവോ കാര്യങ്ങളോ? വിളിച്ചുപോയവരെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയാൻ വയ്യ ആരാന്ന്. സംശയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല. എൻ്റെ ഏട്ടനല്ല നഷ്ടപ്പെട്ടത്, എനിക്ക് അറിയാമില്ല. ഇൻക്വസ്റ്റ് കയറിയപ്പോഴെങ്കിൽ അവൻ്റെ ചന്തിക്ക് 4 അടി 2 തഞ്ചിലോട്ട് അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ 6-ാം മേലിൽ ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മർദ്ദനത്തിൻ്റെ ഒക്കെ ഉണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി. ശശിനാരായണൻ, കൃത്യമായി പറഞ്ഞാൽ 2 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സുരേഷിനെ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിലിപ്പോൾ 2 മാസത്തിന് ശേഷം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തുന്നു. എന്താണ് അവർ ആരോപിക്കുന്നത്? കോഴിപ്പുറ സ്വദേശിയായ സുരേഷിനെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ളൊരു ആരോപണം. അത് പോലീസിന്റെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ കുടുംബം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും മാർച്ച് 16-നാണ് സുരേഷിനെ കോഴിപ്പുറം പോലീസ് കഞ്ചാവ് കേസുമായി, അതായത് കഞ്ചാവ് ബീഡി വലിച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ മാർച്ച് 16-ാം തീയതിയാണ്. ആ ദിവസം തന്നെ സുരേഷിനെ വിട്ടയക്കുകയും ചെയ്തു. കാരണം ചോദ്യം ചെയ്തതിനു ശേഷം ചെറിയ കേസായതുകൊണ്ട് പോലീസ് അക്കാര്യത്തിൽ കസ്റ്റഡി എടുത്ത ശേഷം പെറ്റി കേസ് ചുമത്തി വിട്ടയച്ചെന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അന്ന് തന്നെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീടുള്ള 22-ാം തീയതിയാണ് കോന്നിയിൽ, കോഴിപ്പുറത്ത് നിന്ന് ഏകദേശം 38 കിലോമീറ്റർ ദൂരമുള്ള കോന്നി ഒരു വിജനമായ കൃഷിയിടത്തിൽ, മാങ്കൃഷ്ണത്തോട്ടത്തിന്റെ കൃഷിയിടത്തിലാണ് 22-ാം തീയതി സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ 4 വാരിയലുകൾ തകർന്നതായും ഒപ്പം ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്, അത്തരത്തിലുള്ള അടിയേറ്റ പാടുകളുണ്ട്. ഇത്തരം കാര്യങ്ങളും ചതവുമെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാര് അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോലീസുകാർ മർദ്ദിച്ചതായിട്ടുള്ള പാടുകളാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിന് പിന്നാലെ മറ്റൊരു ദിവസം ഈ സുരേഷിനെ കസ്റ്റഡി എടുത്തതിനു ശേഷം 20-ാം തീയതി വിട്ട ശേഷം 20-ാം തീയതി വീട്ടിൽ നിന്ന് 2-3 പേർ ചേർന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായും സുരേഷിന്റെ മാതാവും പറയുന്നുണ്ട്. പക്ഷെ അത് പോലീസുകാരാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് വ്യക്തതയില്ലാത്ത കാര്യമാണ് പറയുന്നത്. കാരണം അത് സുരേഷിന്റെ സഹോദരൻ സജിയും അത് നിഷേധിക്കുന്നത്. ആരാണെന്നറിയില്ല. 3 പേർ ചേർന്നാണ്, പോലീസുകാരാണോ മറ്റാരാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ 3 പേർ ചേർന്നാണ് 20-ാം തീയതി സുരേഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോയതിനു ശേഷമാണ് 22-ാം തീയതി സുരേഷിനെ പിന്നീട് മരിച്ച നിലയിൽ തൂങ്ങി മരിച്ചത്. ശശിനാരായണൻ, ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച ശേഷമാണ് സുരേഷ് തൂങ്ങി മരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരേഷിന്റെ വാരിയലുകൾ തകർന്നിട്ടുണ്ട്, ചൂരൽ കൊണ്ട് അടിയേറ്റതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ കസ്റ്റഡി മർദ്ദനം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയിലേക്കാണോ ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നത്? ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നത് കൊലപാതകമാണെന്നുള്ള രീതിയിലാണ്. കാരണം പോലീസ് കസ്റ്റഡി എടുത്തതിനു ശേഷം സുരേഷിനെ മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ 4 വാരിയലുകൾ തകരാൻ കാരണം. ഒപ്പം ശരീരത്തും അടിയേറ്റ പാടുകളുണ്ട്. അതുകൊണ്ട് മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റഡി എടുത്ത സുരേഷിനെ ചോദ്യം ചെയ്തു ഇത്തരം കാര്യങ്ങൾ കഞ്ചാവ് ബീഡി വലിച്ചതുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. അതിന് പെറ്റി കേസ് ചുമത്തി അന്ന് തന്നെ വിട്ടയച്ചെന്നാണ് കോഴിപ്പുറം പോലീസ് പറയുന്നത്. അന്ന് സുരേഷിന്റെ അമ്മ ഉൾപ്പെടെ വന്നതിന് ശേഷമാണ് സുരേഷിനെ വിട്ടത്. ആ സുരേഷ് പിന്നെ വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഉള്ള 20-ാം തീയതിയാണ് സുരേഷിനെ പിന്നീട് വീണ്ടും 3 പേർ ചേർന്ന് രാത്രിയിൽ സന്ധ്യ സമയത്ത് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. അത് പോലീസുകാരാണോ അത് മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അമ്മ പറയുന്നത് പോലീസുകാരാണെന്ന് പറയുന്നു. പക്ഷേ മകൻ ഈ സുരേഷിന്റെ സഹോദരൻ സജി പറയുന്നത് 3 പേരാണ്. അത് അത്രയും ആളുകൾ ആരാണെന്ന് അറിയില്ല. പക്ഷെ 20-ാം തീയതി കൂട്ടിക്കൊണ്ട് കാറിനകത്ത് പോയതിനു ശേഷം 22-ാം തീയതിയാണ് കോന്നിയിലെ വിജനമായ കൃഷിത്തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിലെല്ലാം ദുരൂഹതയുണ്ട്. പോലീസിന്റെ കാര്യത്തിന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം ഈ സുരേഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ 3 പേർ ആരാണ്, അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഈ ശരീരത്ത് ഇത്തരത്തിലുള്ള മുറിവേറ്റ പാടുകൾ, വാരിയിൽ തകർന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തി. അത്തരത്തിൽ ശരീരം മുഴുവൻ ഈ ഉറഞ്ഞ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഹൃദയത്തിൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം സുരേഷിനെ അപായപ്പെടുത്തി കെട്ടിത്തൂക്കി എന്നുള്ള രീതിയിലാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ പോലീസിനും പങ്കുണ്ട്. സുരേഷിനെ അകാരണമായി മർദ്ദിച്ചിട്ടാണ് വാരിയിൽ തകരാൻ കാരണം എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ പോലീസ് ഇത് കോഴിപ്പുറം പോലീസ് പാടെ അവഗണിക്കുകയാണ്. കാരണം
സുരേഷിനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. അത് ബീഡി വലിച്ച സമയത്താണ് പോലീസ് അതൊരു നിസ്സാര രീതിയിലുള്ള അത് പെറ്റി കേസ് പോലെ ചുമത്തിയുള്ളൂ. മറ്റു കാര്യങ്ങൾ വിശദമായി റെക്കോർഡുകൾ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വിട്ടയക്കുകയാണ്. അത് മാതാവിന്റെ കൂടാണ് വിട്ടയക്കുക എന്നുള്ളത്. പോലീസിൽ സ്റ്റേഷനുള്ളിൽ CCTV ദൃശ്യങ്ങളൊക്കെ കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പരിശോധിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലാണ് കോയിപ്പുറം പോലീസ് പറയുന്നത്. പക്ഷേ തങ്ങൾ മർദ്ദിച്ചിട്ടില്ല, സുരേഷിനെ മർദ്ദിച്ചിട്ടില്ല. കസ്റ്റഡി എടുത്തിട്ടുണ്ട്, കഞ്ചാവ് പിടി വിളിച്ചതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പക്ഷെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോയിപ്പുറം. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരണം. പത്തനംതിട്ടയിലാണ് പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 22-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ മരിച്ച സുരേഷിന്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളുണ്ടായിരുന്നു, വാരിയലുകൾ തകർന്നിരുന്നു, ചൂരിൽ കൊണ്ട് അടിയേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് തന്നെ അന്വേഷിക്കണം. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം. കണ്ണൂരിലെ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കാഞ്ഞിരക്കൊല്ലി സ്വദേശി 31-കാരനായ നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. സുമേഷ് മോറാഴ ചേരുന്നു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ടോം, അല്പസമയം മുമ്പായിരുന്നു ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. കാഞ്ഞിരക്കൊല്ലി ആമർത്തോട് സ്വദേശി മടത്തെടുത്ത് വീട്ടിൽ നിതീഷാണ് കൊല്ലപ്പെട്ടത്. ഈ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ബൈക്കിലെത്തിയ 2 പേർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. അതാണ് ദൃക്സാക്ഷി മൊഴിയായി പോലീസ് പറയുന്നത്. ഇവരുടെ ആക്രമണത്തിൽ ഇവരുടെ ഭാര്യ ശ്രുതിക്കും സാരമായ പരിക്കുണ്ട്. അതായത് ഈ ആക്രമണം തടയാൻ ശ്രമിക്കുകയായിരുന്നു ഭാര്യ. ഇവർ 2 പേരും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് സാരമായ പരിക്കുണ്ട്. പുതിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കൊലപാതക കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതായത് പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, അതായത് തൊഴിൽപരമായി ബന്ധപ്പെട്ടും പ്രയാസങ്ങളുണ്ട്. ഇദ്ദേഹം ഈ കൊല്ലപ്പണിക്കാരനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തമ്മിൽ ഇതിനു മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വഴക്കോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും ബൈക്കിലെത്തിയ 2 പേരാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. വീട്ടിൽ കയറി കൊലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ടോം, ഇത് ഈ കൊല്ലപ്പെട്ട നിതീഷ് ബാബുവിന് ശത്രുക്കളോ മറ്റും ഉണ്ടായിരുന്നോ? ഇതിന്റെ സംഭവം എന്താണ്? ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ ബൈക്കിലെത്തിയ 2 അംഗ സംഘം ആരായിരിക്കാം? ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളുണ്ടോ? പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സുമേഷ്. ടോം, അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അതുമായി ഇതാണോ ഇത്തരം ഒരു ആക്രമണത്തിന് വഴിവെച്ചത്, ഇതാണ് ഇപ്പോൾ പോലീസ് ആദ്യം പരിശോധിച്ചത്. ഏതായാലും പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. 2 പേരെത്തുന്നു, 2 പേരെത്തി വീട്ടിൽ കയറുന്നു, യുവാവിനെ വെട്ടി കൊലപ്പെടുത്തുന്നു. ഇതായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത സമയങ്ങളിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ടോം, വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത്. കാഞ്ഞിരക്കൊല്ലി സ്വദേശി 31-കാരനായ നിതീഷ് ബാബുവിനെ ബൈക്കിലെത്തിയ 2 അംഗ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു. ഈ ആക്രമണം തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിനിടെ കാറ്ററിംഗ് തൊഴിലാളികൾ സാലഡിന് വേണ്ടി തമ്മിലടിച്ചു. കൊല്ലം ഇരുപുരം പിണക്കലിലെ രാജധാനി ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം. ബിരിയാണിക്കൊപ്പം ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തതായിരുന്നു ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് സദ്യക്കിടെ ഇത്തരം സംഭവങ്ങളൊക്കെ പലയിടത്തും കേൾക്കാറുള്ളതാണ്. പക്ഷേ സാലഡിന് വേണ്ടി കാറ്ററിംഗ് തൊഴിലാളികൾ പരസ്പരം തമ്മിലടിക്കുന്ന സാഹചര്യം എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ടോം, കൊല്ലത്ത് നിന്ന് മറ്റൊരു വാർത്തയും കൂടിയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കല്യാണാഘോഷത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുൻപ്
കല്യാണാഘോഷങ്ങൾക്കിടയിൽ പപ്പടം നൽകിയില്ല എന്നുള്ള കാരണത്താൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് ഇടയായിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു, ഒരു കടയിൽ പൊറോട്ട നൽകാത്തതിനെ തുടർന്ന് അക്രമികൾ കടയുടമയെ ക്രൂരമായി മർദ്ദിച്ചൊരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം കൂടിയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇത് വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ബിരിയാണി വിളമ്പിയതിനു ശേഷമായിരുന്നു കാറ്ററിംഗ് തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി ഇരുന്നത്. ഇവർ പരസ്പരം വിളമ്പിയ ബിരിയാണിക്കൊപ്പം ചിലർക്ക് സാലഡ് കിട്ടാത്തതിനെ തുടർന്ന് ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലുള്ള വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത്. പിന്നീട് സാലഡ് കിട്ടിയവരും അതുപോലെ തന്നെ സാലഡ് കിട്ടാത്തവരും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി. അത് വലിയ അക്രമത്തിലേക്ക് നയിച്ചു എന്നാണ് അറിയുന്നത്. ടോം ഈ പാചകത്തിന് ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങൾ ഉപയോഗിച്ച് വരെ പരസ്പരം ഏറ്റുമുട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ അക്രമത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് തക്ക സമയത്തെത്തുകയും അവിടുത്തെ ഈ അക്രമ അന്തരീക്ഷം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും 4 പേർക്കെതിരെ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇരുകൂട്ടരെയും, അതായത് ഈ അക്രമത്തിനിടയാക്കിയ ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനൊരു പതിവായി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണോ സാധാരണ ഈ കാറ്ററിംഗ് തൊഴിലാളികൾ? ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാകാം. ഇവരിങ്ങനെ എന്താണ് സംഭവത്തിന് പിന്നിൽ? വല്ല മദ്യലഹരിയിലോ മറ്റോ ആണോ ആക്രമണം നടത്തിയത്? ഇക്കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ടോ? പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ അക്രമത്തിനിടയാക്കിയവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ടോപ്പ് സൂചിപ്പിച്ചത് തന്നെ യുവാക്കളായിരുന്നു അധികവും. കാറ്ററിംഗ് തൊഴിലാളികളായിട്ട് നിൽക്കുന്നതെല്ലാം യുവാക്കളാണ്. അവർ ഈ സൈഡ് ജോലിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ജോലിയിൽ ഏർപ്പെടുന്നത്. മറ്റ് വിദ്യാർത്ഥികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇവരിടയിൽ മറ്റ് വൈരാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇത് ഈവന്റ് മാനേജ്മെന്റ് ആണ് മൊത്തത്തിൽ ഇത് കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ പന്തൽ പണിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരുമായിട്ട് ചില തർക്കങ്ങളാണ് ഈ ഒരു വൈരാഗ്യത്തെ തുടർന്നാണ് ഈ ഒരു ക്രമം ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ പോലീസ് ചില നിഗമനങ്ങളുണ്ട്. എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുന്നുണ്ട്. ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ദൃശ്യങ്ങളടക്കം നമുക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. യെസ്, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് വിവാഹ സൽക്കാരത്തിനിടെ കാറ്ററിംഗ് തൊഴിലാളികൾ സാലഡിന് വേണ്ടി തമ്മിലടിച്ചത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ 3 ദിവസമായിട്ടും കണ്ടെത്താനായിട്ടില്ല. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചതായി പോലീസ് പറയുമ്പോഴും യുവാവിനെ കണ്ടെത്താനാവാത്തത് ബന്ധുക്കളിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പ്രതികളുമായും ബന്ധമുള്ള ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. ഈ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇത് കോഴിക്കോട് അല്ലെങ്കിൽ ഈ മലബാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, വടക്കൻ കേരളത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമ്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ പൊട്ടിക്കൽ ഇടപാടുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊടുവള്ളി. കുഴൽപ്പണ ഇടപാടുകളും ഒരുപാട് നടന്ന ഒരു മേഖല. എന്നാൽ ഈ സംഭവം ഇതിനോട് സമാനമായ രീതിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷനുമായി വിദേശത്തുണ്ടായിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, പണം ഈ അജ്മൽ തിരികെ നൽകാതെ വരുന്ന ഒരു സാഹചര്യം നിരവധി തവണ ഇവരുമായി ചർച്ചകൾ നടത്തുന്നു. ഏറ്റവും ഒടുവിലാണ് വീട്ടിൽ വന്ന് ഈ അജ്മലിന്റെ പിതാവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിനാണ് ആലോചിച്ചെങ്കിലും പിന്നീട് അനിയനെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും 3 പേർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ 2 പേർ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളാണ്. ഒരാൾ കിഴക്കോത്ത് സ്വദേശിയുമാണ്. ഇവർ നേരിട്ട് ഈ തട്ടിക്കൊണ്ട് പോക്കിൽ, അതായത് ഈ വാഹനത്തിൽ ഉൾപ്പെട്ട ആളുകളല്ല, മറിച്ച് ഇവരെ
കൊണ്ടുപോകുന്നതിനുള്ള ഒരു അനുബന്ധ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അതായത് ഈ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ വീട്ടിലെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും മറ്റുമായി ബൈക്കിലെത്തി കാര്യങ്ങൾ നോക്കിക്കണ്ട് പോയ ശേഷം കൃത്യമായ വിവരങ്ങൾ ഈ കാറിൽ പിന്നീട് എത്തുന്ന സംഘത്തിന് നൽകിയ ആളുകളാണ്. അവരെ നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും അവര് പിന്നീട് അവരുടെ ഒരു തുടർച്ചയായി ബാക്കിയുള്ള 4 അംഗ സംഘത്തെ, അതായത് ഈ കാറിൽ അന്വേഷണെ കൊണ്ടുപോയ 4 അംഗ സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ മലപ്പുറം ജില്ലയിലാണ് ഉള്ളതെന്നതിനെ കുറിച്ച് ഏതാണ്ട് ഒരു വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പാർപ്പിച്ചതും മലപ്പുറം ജില്ലയിലാണ് എന്ന് പ്രകടമായിരിക്കുന്നു. മൊബൈൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം ഈ തട്ടിക്കൊണ്ടുപോയ യുവാക്കളെ കുറിച്ചുള്ള വിവരം, അവരുടെ വീടുകൾ, വിലാസം എന്നിവയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. പക്ഷെ അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കുടുംബാംഗങ്ങളെ ഫോണിൽ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളുമായി ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ്. അതുകൊണ്ട് ഈ നേരിട്ട് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ നാണക്കേടാണ്. കാരണം 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെ പോലീസിന് ലഭിച്ചിട്ട്. ഈ തട്ടിക്കൊണ്ട് പോകപ്പെട്ട അന്നൂസിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മധ്യസ്ഥർ വഴി ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവരേക്ക് എന്തുകൊണ്ട് പോലീസിന് എത്താൻ കഴിയുന്നില്ല? അനീഷ്, അതാണ് കാരണം സാധാരണഗതിയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ഉടൻ തന്നെ ബന്ധുക്കൾക്കോ മറ്റോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഫോൺ കോളുകൾ വരാം. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആകാം, അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. അങ്ങനെ ഈ ബന്ധുക്കൾക്ക് ആരിൽ നിന്നെങ്കിലും ഫോൺ കോളുകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിന് പിന്നിലെന്ന സൂചന ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അത്തരം ചില ഫോൺ കോളുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ അന്വേഷണത്തിലെ മെല്ലപ്പോക്കിന് കാരണം. ഒപ്പം കുടുംബവും ആദ്യത്തെ ദിനത്തിലെ ഒരു പരിഭ്രാന്തി ഒഴിവാക്കിയാൽ അവരും അത്ര പരിഭ്രാന്തരായി മാധ്യമങ്ങളെ സമീപിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നില്ല. ഈ തട്ടിക്കൊണ്ടുപോക്കൽ നടത്തുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങൾ ആ കുടുംബത്തെ കാണാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് തൽക്കാലം ഒന്നും പറയാനില്ല എന്നൊരു വിശദീകരണമാണ് നൽകിയത്. തങ്ങൾ പറയേണ്ട പരമാവധി കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാനില്ല എന്നൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും നൽകി. അതായത് ചില ചർച്ചകൾ ഉള്ളിൽ നടക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഈ ഒഴിഞ്ഞുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ചർച്ചകളുടെ ഒരു തുടർച്ച എന്ന വണ്ണം ഈ യുവാവ് സുരക്ഷിതനാണ് എന്നൊരു കൃത്യമായ വിവരം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടാവും. ഒപ്പം ഭാരിച്ച തുക ഈ അജ്മൽ ഈ തട്ടിക്കൊണ്ട് പോയ ആളുകൾക്ക് നൽകാനുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ചില ചർച്ചകളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഒരു വർഷം മുൻപ്, അതായത് കഴിഞ്ഞ വർഷമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ആ സംഭവത്തിന് പിന്നിൽ സൗദി രാജകുടുംബത്തിന്റെ ഏകദേശം ഒരു 300 കിലോയോളം സ്വർണം മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വീതം വെപ്പ്, അതിലെ തർക്കമായിരുന്നു തട്ടിക്കൊണ്ടുപോകലിന് കാരണം. ഞാൻ മനസ്സിലാക്കുന്ന ഷാഫി എന്നൊരു യുവാവിന് തട്ടിക്കൊണ്ടുപോകൽ. ഇപ്പോൾ ഈ ഒരു കൊടുവള്ളി സ്വദേശി ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകുന്നു, അതും വിദേശത്തുള്ള ഒരു സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു കൊട്ടേഷൻ ഇടപാടുമായി ആയിട്ട് ഇതിനെ കാണണോ? കൊട്ടേഷൻ സംഘമാകാം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവാം, പക്ഷേ നേരിട്ട് തന്നെ പണം ലഭിക്കാനുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ ഈ 4 അംഗ സംഘം, പ്രത്യേകിച്ചും ഈ യുവാവിന്റെ കൂടെയുള്ള സംഘം ഈ നേരിട്ട് പണം ലഭിക്കാനുള്ള ആളുകളാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ പലവട്ടം ഇതിനു മുമ്പും വീട്ടിൽ എത്തിയിരുന്നു. കാരണം അജ്മലിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടും അജ്മൽ കൃത്യമായി ഈ പണം നൽകാനുണ്ടായിട്ട് അതിനോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒത്തുതീർപ്പ് ചർച്ചകൾ പലവട്ടം മധ്യസ്ഥർ വഴിയൊക്കെ നടത്തിയിട്ടും അതിനൊരു പ്രതികരണം ഉണ്ടായില്ല. പിന്നീട് ഇവരുടെ വീട്ടിൽ നേരിട്ട് വന്ന്, അതായത് ഈ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് പോലും നേരത്തെ വീട്ടിൽ വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം മറ്റു ചിലരുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വീട്ടിലേക്ക് വന്നൊക്കെ ആളുകളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വീട്ടിലെ സാഹചര്യം, അജ്മലിനെ കണ്ടെത്താൻ പറ്റുമോ എന്നീ കാര്യങ്ങളൊക്കെ അവർ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടിയാണ് ഈ യുവാവിനെ കൊണ്ടുപോയത്. കാരണം
ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയാൽ എന്തായാലും ഈ വിവരം പുറത്തേക്ക് അറിയും, അല്ലെങ്കിൽ പോലീസ് ഇടപെടും, മറ്റ് അന്വേഷണം ഉണ്ടാവും എന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷെ ആ അറിയാമായിരുന്നിട്ട് പോലും ഇവരെ ഒളിപ്പിക്കാനും പോലീസിന് പോലും വിവരം ലഭിക്കാതെ താമസിപ്പിക്കാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പ് നേരത്തെ തന്നെ കുടുംബത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ തീർന്നാലും യുവാവ് സുരക്ഷിതനായി വീട്ടിലേക്ക് എത്തിയാലും നിയമ നടപടികൾ ഒഴിവാറില്ല. പോലീസ് കൃത്യമായി ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. അജ്മലിന്റെ അടക്കം ഇടപാടുകളെ കുറിച്ചുള്ള പരിശോധനകൾ നടക്കും. ഈ കടം വാങ്ങിയ പണമാണോ അല്ലെങ്കിൽ ഈ പൊട്ടിക്കൽ കുഴപ്പണം പോലെയുള്ള അത്തരം ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട പണമാണോ ഈ കൃത്യത്തിന് പിന്നിൽ അതിന്റെ പ്രേരണ എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും. എന്തായാലും അത്തരം വിവിധ തലങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ തട്ടിക്കൊണ്ടു പോകപ്പെട്ട യുവാവിനെ കണ്ടെത്തുക, പ്രതികളുടെ ഒരു താവളം കണ്ടെത്തുക എന്നീ കാര്യങ്ങൾക്ക് തന്നെയാണ് പോലീസ് മുൻതൂക്കം കൊടുക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 ദിവസമായിട്ടും യാതൊരു സൂചനയുമില്ല. എന്തായാലും ഇത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലെന്ന പിന്നിൽ എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടൊപ്പം ഈ അമ്മ കൊലപ്പെടുത്തിയ കല്യാണി എന്ന പെൺകുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. പിതാവിൻ്റെ ബന്ധുക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആദ്യം തിരുവാണിയൂരിലെ വീട്ടിലേക്ക് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. പൊതുദർശനത്തിന് ശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.